അപ്പൊ ഈ ഒരു കൊണ്ടുവരുന്ന മുതലയില്ലേ എൻ്റെ കിച്ചണിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആയിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. കാരണം ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ലിങ്ക് എന്തായാലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാവരുടെയും കിച്ചണിക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം ഇതുപോലെ ഒരു നമ്മുടെ ഒരു പാത്രം കഴുകുന്ന സിങ്കിന്റെ അവിടെ ഒരു സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. കഴുകിയെടുക്കുന്ന പാത്രം അപ്പപ്പോൾ തന്നെ അതിലോട്ടിട്ട് പിന്നെ അത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് വേറെ സ്റ്റാൻഡിലോട്ട് മാറ്റിയാൽ മതി കേട്ടോ. അത്രയും യൂസ്ഫുൾ ആണ്. കാരണം സ്പൂണൊക്കെ വെക്കുന്ന ചെറിയൊരു ട്രേ കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. വലിയ വിലയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇതിൽ പാത്രം ഒഴിവായിട്ടുള്ള ദിവസങ്ങളില്ല. അങ്ങനെ കുറച്ചങ്ങനെ ആയിട്ടാണ് ഇതിപ്പം എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതെടുത്ത് കഴിഞ്ഞപ്പോഴേക്കിനാണ് നമ്മൾ ചുമരൊക്കെ നോക്കിയപ്പോൾ ചുമരിലും ഇതുപോലെ ചെറിയൊരു പൂപ്പൽ പോലെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൻ്റെ അതിൽ പാത്രം വെക്കുമ്പോൾ തെറിച്ചിട്ടൊക്കെ ഒരു നനവ് പിടിച്ചിട്ടാ തോന്നുന്നു. അപ്പം അതൊക്കെ ഞാൻ ഈ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ചൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നന്നായി വെട്ടി തിളങ്ങുന്ന ആ ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതൊക്കെ എടുത്തപ്പോഴാണല്ലോ നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയത്. അപ്പൊ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്ത് ജോലി ചെയ്യണമെങ്കിൽ ഈ പിന്നെ പിന്നെ എന്ന് പറയുന്നത് അപ്പൊ തന്നെ അങ്ങോട്ട് ചെയ്യുക കേട്ടോ. കാരണം ഈ പിന്നെ എന്ന് പറയുന്നത് നമ്മൾ തന്നെ, പിന്നെ ചെയ്യുന്നത് നമ്മൾ തന്നെ. ആ നമ്മൾ എന്തിനാ ഈ പിന്നേക്ക് വെക്കുന്നത്? അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും ഒരു കാര്യം വരും, അപ്പൊ അതിൻ്റെ കൂടെ പോകും. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കൂല. അപ്പം അതെൻ്റെ ഒരു എന്താ പറയുക പാഠത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. കാരണം ഈ പിന്നെ പിന്നെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പിന്നെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത്. പിന്നെ ആ ഒരു ഭാഗമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നി നമ്മുടെ മുകളിൽ എന്താ പറയുക നമ്മുടെ വെള്ളത്തിൻ്റെ ഫിൽറ്റർ ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയാലോ എന്ന്. കാരണം ആ ഒരു പോർഷൻ ഒറ്റ ഭാഗമാണല്ലോ. അപ്പം പിന്നെ ഒട്ടും മടിച്ചില്ല കേട്ടോ. ആ ഒരു ഭാഗം കൂടെ ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഞാനിങ്ങനെ വാരി വലിച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. കാരണം നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, വീട്ടിൽ ഫുഡ് ഉണ്ടാക്കൽ അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോ ദിവസം ഓരോ ഭാഗം കണക്കാക്കിയിട്ടാണ് ഇങ്ങനെയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.